യദി വർണ്ണീചാതിധിശ്ച പക്വാന്ന സ്വാമിനോ മതാഃ യദി ഹസ്തേ ജലം ദത്വാ ഭൈക്ഷ്യം ദദ്യാത്തതോ ജലം. വർണ്ണി ബ്രഹ്മചാരിയും അതിഥി ച അതിഥിയും പക്വാന്ന സ്വാമിനഃ മതാഃ അവരാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം സ്വീകരിക്കാൻ യോഗ്യരായിട്ടിരിക്കുന്നത്. പക്വാന്ന സ്വാമികളായിട്ട് ഭവിക്കുന്നത്, യോജിച്ചവരായിട്ടിരിക്കുന്നത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. യതിഹസ്തേ യതിയുടെ കയ്യില്, സന്യാസിയുടെ കയ്യില് ജലം വെള്ളം ദത്വ കൊടുത്തിട്ട് ഭൈക്ഷ്യം ഭിക്ഷ കൊടുക്കണം. അതാണ് ഗുരു പറയുന്നത്. തദഹ അനന്തരം വീണ്ടും കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കൈ കഴുകാനായിട്ട്. അത് പണ്ട് ഭിക്ഷ എന്നുള്ളത് സന്യാസികൾ, ഇപ്പോൾ അത്തരം സന്യാസികളൊന്നും ഇല്ല, ഗൃഹസ്ഥരുടെ അടുത്തേക്ക് ഭിക്ഷയ്ക്ക് പോകുന്നത്. പക്ഷേ സന്യാസം സ്വീകരിക്കുമ്പോൾ അതൊരു ചടങ്ങെന്ന രീതിയിൽ ഒരു 5 വീടുകളിൽ നിന്ന് ഭിക്ഷ എടുക്കണം. ആ ഭിക്ഷ എടുക്കുമ്പോഴാണ് നമ്മൾ സന്യാസിയാണെന്ന് സാധാരണ ഇപ്പോൾ പറയുന്നുള്ളൂ. പണ്ട് എന്ന് പറയുന്നത് ഭിക്ഷ എടുത്ത് തന്നെ ജീവിക്കണമായിരുന്നു. ഇന്ന് ഭിക്ഷയെല്ലാം സന്യാസികളുടെ ആശ്രമങ്ങൾ വന്നതോടുകൂടിയിട്ട്, ഭിക്ഷ ഗ്രാമങ്ങളിൽ സന്യാസ സംസ്കാരം ഇല്ലാതായതോടുകൂടിയിട്ട് മിക്ക വീടുകളിലേക്കും സന്യാസികൾ ചെല്ലുമ്പോൾ ഗൃഹസ്ഥന്മാർ ആട്ടും തുപ്പുമായതുകൊണ്ട് ഗൃഹസ്ഥാശ്രമങ്ങളുടെ അടുത്തേക്ക് സന്യാസികൾ പോകാത്ത ഒരു കൾച്ചറായി. അത് ബുദ്ധന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി. ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ അവരുടെ രാജ്യത്തിലേക്ക് ശ്രീബുദ്ധന്റെ സന്യാസി സംഘത്തെ ക്ഷണിക്കും. അവർ 1000-ഉം 2000-ഉം സന്യാസിമാരൊരു ഗ്രാമത്തിലേക്ക് വരും. അപ്പോൾ ഒരു ഗ്രാമം തന്നെ ആ രാജാവ് ഒഴിഞ്ഞു കൊടുക്കും. ഒരു 4 മാസമൊക്കെ അവർ വന്ന് അവിടെ താമസിക്കും. അപ്പോൾ 4 മാസക്കാലം ഈ രാജാവ് ഗൃഹസ്ഥാശ്രമങ്ങളുടെ സഹായത്തോടുകൂടി ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും, ഭിക്ഷ എത്തിച്ചു കൊടുക്കും ആ ഗ്രാമത്തിലേക്ക്. അപ്പോൾ ഇന്ന് അതൊക്കെ, ആ കൾച്ചറൊക്കെ മാറിപ്പോയി, വ്യത്യാസം വന്നിരിക്കുന്നു എല്ലാം. കാരണം എന്താ? ഇന്ന് എല്ലാവരും ഉപഭോഗ സംസ്കൃതിയിലാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ സന്യാസികൾ എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്തതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിടത്തും സന്യാസികളെ കിട്ടാനുമില്ല. സന്യാസം പഠിക്കാമെന്ന് പറഞ്ഞ് ആരും വരില്ല. പണ്ട് അതിനൊരു സന്യാസി, ഒരു രാജാവ് തേരിൽ നിന്ന് ഇറങ്ങി നമസ്കരിക്കുമായിരുന്നു. ആ കൾച്ചർ പോയി. ആ കൾച്ചർ ഉണ്ടായിരുന്നപ്പോൾ, അറിവിന് വിലമതിക്കുന്ന കാലം ഉണ്ടായിരുന്നപ്പോൾ സന്യാസത്തിന് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അറിവിനെ വിലമതിക്കാതിരിക്കുകയും സമ്പന്നന്റെ കാല് നക്കുകയും ചെയ്യുന്നൊരു കാലമാണ്. അറിവിനെ തിരസ്കരിക്കുകയും സമ്പത്തിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മൂല്യങ്ങളില്ലാതായിരിക്കുന്നു. അപ്പോൾ മൂല്യങ്ങളില്ലാത്ത ഒരു ലോകത്ത് സന്യാസികൾ സ്വതവേ ധർമ്മം ഇഷ്ടപ്പെടുകയും മൂല്യങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സന്യാസികൾ സാധാരണ ആശ്രമങ്ങളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ആശ്രമങ്ങളിലേക്ക് വന്ന സത്യാന്വേഷികളായിട്ടുള്ള ആളുകൾ ആശ്രമത്തിലേക്ക് പോകുന്നു. അവർ ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്നു. സമൂഹത്തിലേക്ക് സന്യാസികൾ ഇറങ്ങുന്നില്ല. കാരണം എന്താ? അവർക്ക് ആട്ടും തുപ്പും മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകാതായിരിക്കുന്നു. അത്രയും ത്യാഗികളായിട്ടുള്ള സന്യാസികൾ അപൂർവമാണ്. ഗുരുദേവനെ പോലെയൊക്കെ. ഗുരുദേവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. അത് നൂറ്റാണ്ടുകളിൽ സംഭവിക്കുന്ന അപൂർവതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തിലെ ആർഷഭാരത സംസ്കാരത്തിന് മങ്ങൽ വന്നു തുടങ്ങിയിരിക്കുന്നത്.